ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, നമ്മളിവിടെ ഇപ്പോൾ നോക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രധാനപ്പെട്ട എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9, 1946. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9, 1946. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം നിർദ്ദേശിച്ചത് ഏത് ബ്രിട്ടീഷ് മന്ത്രിസഭയുടെ കമ്മിറ്റി പ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം നിർദ്ദേശിച്ചത് ഡാഷ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് മന്ത്രിസഭയുടെ കമ്മിറ്റി നിർദ്ദേശിച്ച പദ്ധതിയാണ്. ഏതാണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 26 നവംബർ 1949. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 26 നവംബർ 1949. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 26 ജനുവരി 1950. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 26 ജനുവരി 1950. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് അതും BR അംബേദ്കർ തന്നെ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതും BR അംബേദ്കർ. ഭരണഘടനാ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഓരോ ഭരണഘടനയ്ക്കും താഴെയും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത വ്യവസ്ഥകൾ എഴുതാനായിട്ട് കുറച്ച് കോളങ്ങൾ തന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരിൽ നിന്നും അമേരിക്ക, ഫ്രഞ്ച്, കനേഡിയൻ, ഐറിഷ് ഭരണഘടനയിൽ നിന്നുമൊക്കെ ഇന്ത്യ കടമെടുത്തത് ഏതൊക്കെയാണെന്ന് എഴുതുക. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് ആപേക്ഷിക ഭൂരിപക്ഷ പ്രാതിനിധ്യ സമ്പ്രദായം. ആപേക്ഷിക ഭൂരിപക്ഷ പ്രാതിനിധ്യ സമ്പ്രദായം. പിന്നെ പാർലമെന്ററി ഗവൺമെന്റ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് മൗലികാവകാശങ്ങളും ജുഡീഷ്യൽ അവലോകനവും. അമേരിക്കൻ ഭരണഘടന, മൗലികാവകാശങ്ങൾ, ജുഡീഷ്യൽ അവലോകനം. ഫ്രഞ്ച് ഭരണഘടന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പിന്നെ റിപ്പബ്ലിക്. ഫ്രഞ്ച് ഭരണഘടന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പിന്നെ റിപ്പബ്ലിക്. കനേഡിയൻ ഭരണഘടന അർത്ഥ ഫെഡറലിസം, അവശിഷ്ടാധികാരങ്ങൾ. ഐറിഷ് ഭരണഘടനയെന്നാണ് നിർദ്ദേശ തത്വങ്ങൾ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് ഭാഗത്ത് മൗലികാവകാശങ്ങൾ നൽകിയിരിക്കുന്നു. ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് ഭാഗത്ത് മൗലികാവകാശങ്ങൾ നൽകിയിരിക്കുന്നു. ഭാഗം 3. സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഭാഗം 4. സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഭാഗം 4. പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം ആർട്ടിക്കിൾ 16 സബ്സെക്ഷൻ 4 നൽകിയിരിക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം ആർട്ടിക്കിൾ 16 സബ്സെക്ഷൻ 4 നൽകിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയെ ഒരു കുറ്റകൃത്യം ചെയ്യുമെന്ന സംശയത്തിൽ അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വെക്കുകയും ചെയ്യുന്നതാണ് കരുതൽ തടങ്കൽ. ഒരു വ്യക്തിയെ കുറ്റകൃത്യം ചെയ്യുമെന്ന സംശയത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വെക്കുകയും ചെയ്യുന്നതാണ് കരുതൽ തടങ്കൽ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർക്ക് ലഭ്യമാണ്? മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർക്കാണ് ലഭിക്കുന്നത്? മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക്. ഒരു വ്യക്തിയെ അനധികൃത തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ഒരു വ്യക്തിയെ അനധികൃത തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ നിയമപരമായ ഡ്യൂട്ടി ചെയ്യില്ലെന്ന്
കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് മാൻഡമസ്. ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ നിയമപരമായ ഡ്യൂട്ടി ചെയ്യുന്നില്ലെന്ന് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് മാൻഡമസ്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഉയർന്ന കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ, നിരോധനം. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഉയർന്ന കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ, നിരോധനം. ഒരു വ്യക്തി അധികാരസ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിലും അധികാരസ്ഥാനം വഹിക്കാൻ അർഹതയില്ലെന്ന് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് കോവാറണ്ടോ. ഒരു വ്യക്തി അധികാരസ്ഥാനം വഹിക്കുന്നുണ്ട് പക്ഷെ അധികാരസ്ഥാനം വഹിക്കാൻ അർഹതയില്ലെന്ന് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് കോവാറണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് ഉയർന്ന കോടതിയിലേക്ക് മാറ്റുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ട് സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് ഉയർന്ന കോടതിയിലേക്ക് മാറ്റുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ട് സെർഷ്യോററി. ഡാഷ് ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തി. 42ാം ഭേദഗതി. ഡാഷ് ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തി. 42ാം ഭേദഗതി. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിൽ ഏത് പ്രാതിനിധ്യ സമ്പ്രദായമാണ് പിന്തുടരുന്നത്? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും എന്താണ്? കേവല ഭൂരിപക്ഷ പ്രാതിനിധ്യ സമ്പ്രദായം അല്ലെങ്കിൽ ആപേക്ഷിക ഭൂരിപക്ഷ പ്രാതിനിധ്യ സമ്പ്രദായം. രാജ്യസഭയിലേക്കാണെങ്കിലോ ആനുപാതിക പ്രാതിനിധ്യം. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനങ്ങളിലേക്കൊക്കെയുള്ള തെരഞ്ഞെടുപ്പിന് ആനുപാതിക പ്രാതിനിധ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ മത്സരിക്കുന്നതിന് ഒരു മത്സരാർത്ഥിക്ക് എത്ര വയസ്സ് വേണം? കുറഞ്ഞത് 25 വയസ്സ്. ഇതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ലിഞ്ച് പിൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. ഗവൺമെന്റിന്റെ ലിഞ്ച് പിൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. സ്ഥിരം എക്സിക്യൂട്ടീവിനെ ഡാഷ് എന്ന് വിളിക്കുന്നു? ബ്യൂറോക്രസി. സ്ഥിരം എക്സിക്യൂട്ടീവിനെ ഡാഷ് എന്ന് വിളിക്കുന്നു? ബ്യൂറോക്രസി. അടുത്തത്, ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ഇനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തത് കോളങ്ങൾ ഉചിതമായി പൂരിപ്പിക്കുക. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഇത് ഏതിലൊക്കെ വരുന്നുള്ളത് വ്യക്തമാക്കുക. അപ്പൊ അഖിലേന്ത്യാ സർവീസിൽ വരുന്നത് ഏതൊക്കെയാ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും. അഖിലേന്ത്യാ സർവീസിൽ വരുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS. കേന്ദ്ര സർവീസിൽ വരുന്നത് ഇന്ത്യൻ കസ്റ്റം സർവീസും ഇന്ത്യൻ ഫോറിൻ സർവീസും. കേന്ദ്ര സർവീസിലെ ഇന്ത്യൻ കസ്റ്റം സർവീസും ഇന്ത്യൻ ഫോറിൻ സർവീസും. സംസ്ഥാന സർവീസിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വില്ലേജ് ഓഫീസർ. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വില്ലേജ് ഓഫീസർ. ദെൻ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. ഉപരിസഭ രാജ്യസഭയും അധോസഭ ലോകസഭയും. ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി